CPM-ൽ സുരേഷ് കുറുപ്പ് പിണറായിയുടെ ദൃഷ്ടിയിൽ കുലംകുത്തിയായി മാറുന്നു. മാറിക്കഴിഞ്ഞല്ലോ, കുലംകുത്തിയായി മാറിക്കഴിഞ്ഞുകൊണ്ടാണല്ലോ പാർട്ടിയിൽ ഒരു പ്രൊമോഷൻ അദ്ദേഹത്തിന് കൊടുക്കാതിരിക്കുന്നത്. ഈ ടി സി എസിലൊക്കെ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് യാതൊരു വിധത്തിലുള്ള പ്രോജക്റ്റുകളും കൊടുക്കുകയില്ല, പ്രൊമോഷനും കൊടുക്കുകയില്ല. ഒരു മൂലയ്ക്ക് എത്തിയേക്കും, ആരെയും പിരിച്ചുവിടില്ല ടി സി എസ്. പക്ഷേ ഇപ്പോൾ 12,000 പേരെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നു, IT ബൂമൊക്കെ പോയതുകൊണ്ട്. പക്ഷേ അവർ സാധാരണഗതിയിൽ അങ്ങനെ ആരെയും സ്റ്റാഫിനെ ഉപദ്രവിക്കാറില്ലാത്തൊരു നയമാണ് ഇപ്പോൾ ടി സി എസിന് മാത്രമേ ഉള്ളൂ. അല്ലാത്ത കമ്പനികളിൽ നിന്നൊക്കെ ധാരാളമായിട്ട് പിരിച്ചുവിടുന്നുണ്ട് എന്ന് പറയുന്നവരിൽ ബാക്ക് ബെഞ്ചറായിട്ട് ഇരുത്തുകയാണ് പാർട്ടി ചെയ്തത്. അപ്പോൾ സുരേഷ് കുറുപ്പിന് ആ താല്പര്യമില്ലാതെ പോയി. കാരണം VS യുഗത്തിൽ വളരെ ആവേശഭരിതനായിട്ട് ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന, കോട്ടയത്ത് തട്ടകമായതുകൊണ്ട് അറിയാം, എല്ലാ വീടുകളും ഒക്കെ സന്ദർശിച്ച് അവിടെ തന്നെ സ്ഥിരമായിട്ട് മത്സരിക്കണമെന്നൊക്കെ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു തറവാടിയാണ്, വലിയൊരു കുടുംബത്തിൽ പിറന്ന ആളാണ്, തറവാടിത്തം ഉണ്ട് അദ്ദേഹം, മറ്റ് നേതാക്കളെ പോലെ അല്ല. അപ്പോൾ പാർട്ടി അദ്ദേഹത്തിനെ ഒതുക്കാനുള്ള കാരണം VS-ഉമായിട്ടുള്ള അടുപ്പം തന്നെ. VS-ഉമായിട്ടുള്ള അടുപ്പമുള്ളവരെല്ലാം ഒതുക്കി, ഒരു സംശയമില്ല. സുധാകരനെ പിണറായിക്ക് അനുകൂലമായിട്ട് VS-നെ വിമർശിച്ച് സംസാരിച്ചിട്ട് പോലും ആ സംസാരം അത്ര പോരാ, പ്രകടശേഷി പോരാ എന്ന് പറഞ്ഞ് ഒതുക്കപ്പെട്ട ഒരാളാണ്. എന്ന് മാത്രമല്ല, വർഗീയവാദമുള്ള ഒരു തരം മാർക്സിസം ആലപ്പുഴ ജില്ലയിൽ മുഴുവൻ പിടിമുറക്കിയപ്പോൾ അതിനെതിരെ എതിർത്തു സംസാരിച്ചു ആര്? സുധാകരൻ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ബ്രാഞ്ച് സെക്രട്ടറി തലത്തിലേക്ക്, ബ്രാഞ്ച് ഓഫീസുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹം നിർബന്ധനായത്. ഇവർ രണ്ടുപേരും നല്ല തറവാടിത്തമുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും മറ്റൊരു പാർട്ടിയിലേക്ക് പോവുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാൻ പ്രയാസമുള്ള കാര്യം. അങ്ങനെ ഒരു സംസ്കാരവും തറവാടിത്തവും ആഭിജാത്യവും അല്ല അവർക്കുള്ളത് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നമ്മൾ അദ്ദേഹം സുരേഷ് കുറുപ്പ് പറയുകയുണ്ടായ ഒരു പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ, ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു പത്രക്കാരനും കണ്ടുപിടിച്ചില്ലത്. കാരണം അവരുടെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് ഈ സംസാരം ഉണ്ടാവുക, സംസ്ഥാന സമ്മേളനത്തിലാണ് ഈ പ്രസംഗം ഉണ്ടാവുക, ആലപ്പുഴയിൽ. അതായത് VS-ന്റെ തട്ടുകത്തിൽ വെച്ച് VS ഉണ്ട്. ആ സമയത്താണ് VS-നെതിരെ ഈ പരാമർശം വരുന്നത്. സുരേഷ് കുറുപ്പ് അതിലുണ്ടായിരുന്നു. ആവേശകരമായിട്ട് എന്നാൽ പാർട്ടിയിൽ മുഴുകിയിരുന്ന് പ്രവർത്തിക്കുന്ന ആളായിരുന്നു അദ്ദേഹം. എപ്പോഴും സുസ്മേരവദനായിട്ട് തന്നെ, അദ്ദേഹത്തിൻ്റെ ചിരിയും ആ താടിയും തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മുഖമുദ്രകൾ എന്ന് പറയുന്നത്. നല്ലൊരു പാർലമെൻറ്ററിയനുമായിരുന്ന വ്യക്തിയാണ്, നമുക്കറിയാം. യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിട്ടും ശോഭിച്ചു. ആദ്യമായിട്ട് SFI അല്ലെങ്കിൽ SF അധികാരത്തിൽ വരുന്നത് സുരേഷ് കുറുപ്പ് ചെയർമാനായിട്ടാണ്. KSUവിൽ നിന്ന് പിടിച്ചെടുക്കപ്പെടുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഖ്യാതിയോടുകൂടിയാണ് അദ്ദേഹം പാർലമെൻറ്റിൽ പോയി നല്ല ശോഭ നേടി അദ്ദേഹം നല്ല മികച്ച പാർലമെൻറ്റേറിയനായിട്ട് തീർന്നു. അങ്ങനെ ഒരാളായിരുന്നു അദ്ദേഹം. പക്ഷേ പിന്നെ പതുക്കെ VS-നോടൊപ്പം VS-നെ അദ്ദേഹം ഒരു ആരാധനാമൂർത്തിയായി കാണുകയും VS-ൻ്റെ ആ യുഗം അവസാനിച്ചപ്പോഴത്തേക്കും പാർട്ടിയിൽ നിന്ന് പതുക്കെ പതുങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. ഒരു നിരാശാവാദം. ഞാൻ സുരേഷ് കുറുപ്പിനെ ആദ്യം കാണുന്ന ആ ചിരിയല്ല പിന്നെ ഇപ്പോൾ കാണുമ്പോൾ നമ്മൾ കാണുക, ആ ചിരിയൊക്കെ ഒന്നും മങ്ങി ഒരു നിരാശ പോലെ. ഇപ്പോൾ രാജീവ് നാരായണ സ്വാമിയെ നമ്മൾ കാണുന്നത് പോലെ ആവേശമൊക്കെ മങ്ങിയ ഒരു സുരേഷ് കുറുപ്പിനെയാണ് നമ്മളിപ്പോൾ ഒരു ബോഡി ലാംഗ്വേജ് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ കാണാൻ കഴിയുന്നത്. നരച്ച താടി കൊണ്ട് മാത്രമല്ല, ചിരിയും മാഞ്ഞിരിക്കുന്നു, നിരാശത. വിജയ് ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഒരു നല്ല കറതീർന്ന കമ്മ്യൂണിസ്റ്റ് പഠിച്ചിട്ടുള്ള ഒരാളിനോട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ പാർട്ടിയിൽ വിപര്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, പാർട്ടിയിൽ 2 തരക്കാരുണ്ട്. ഒന്ന് ആവേശം മുറ്റി നിൽക്കുന്നവർ, രണ്ടാമത് ആശയം. രണ്ടും കമ്മ്യൂണിസ്റ്റ് ആശയത്തോടുള്ള പ്രതിബദ്ധത കൊണ്ടുള്ളവർ ഒരു കാലത്തും പാർട്ടി വിട്ടുപോകില്ല, അതിൽ തന്നെ നിൽക്കും. എന്നാൽ ആവേശം മൂത്ത് വരുന്നവരോ കുറച്ചു കാലം കഴിയുമ്പോൾ മതിയാവും, ഈ പാർട്ടിയെ മടുത്തിട്ട് അവർ മറുകണ്ഠം ചാടും, നേരെ BJP-യിലേക്ക് പോയി വരാം. നക്സലൈറ്റിൻ്റെ കാര്യത്തിൽ ശരിയാണ്. നക്സലൈറ്റ് വെള്ളത്തൂവൽ സ്റ്റീഫൻ, അതുപോലെ തന്നെ K. വേണു, എത്ര ആവേശഭരിതരായിട്ടുള്ള നേതാക്കന്മാരായിരുന്നു. പലരും വിപ്ലവത്തിൽ നിന്ന്, നമ്മുടെ ഫിലിപ്പം പ്രസാദ് തിരുവനന്തപുരത്തുള്ളത്, വിപ്ലവത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് പോയി. വെള്ളത്തൂവൽ സ്റ്റീഫൻ ഇപ്പോൾ അവിടെ പരിവർത്തനം നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു മിഷണറി പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും മാറിക്കഴിഞ്ഞു. K. വേണു ഇപ്പോൾ KR ഗൗരിയുടെ പാർട്ടിയിൽ അംഗമായി ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് മാറാൻ ശ്രമിച്ച ആളാണ്. അജിത മാത്രമേ ഉള്ളൂ ഇപ്പോഴും ആ വിപ്ലവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു ഒറ്റയാളായിട്ട് അവിടെ നിൽക്കുന്നത്, അല്ലേ? അപ്പോൾ ആവേശമാണ് അവരെ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞ ആവേശമാണ് അവരെ ഭരിക്കുന്നത്. സുരേഷ് കുറുപ്പ് എന്ന് പറയുന്നതും ഒരു ആവേശമായിരുന്നു. കമ്മ്യൂണിസം
അപ്പം ഞാനും അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിരുന്നു. ഒരു കാലത്ത് ഇവിടെ വരും, സ്ഥിതി സമത്വം വരും, സോഷ്യലിസം വരും, സോഷ്യലിസത്തിൽ നിന്ന് കമ്മ്യൂണിസത്തിലേക്ക് പോകും, പിന്നെ സമ്പന്നനും ദരിദ്രനും ഇല്ല, തുല്യത ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നത്. പക്ഷേ അടുത്ത കാലത്തെങ്ങും ആ ഒരു സമഷ്ടിയിലേക്ക് പോകുന്ന ഒരു സമ്പ്രദായം കാണുന്നില്ല. എന്ന് മാത്രമല്ല, ലോകത്തെല്ലാം ഇത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഇദ്ദേഹം പറഞ്ഞതനുസരിച്ച് ആശയമുള്ളവർ ഇതിൻ്റെ കൂടെ നിൽക്കും. ആശയം, കമ്മ്യൂണിസ്റ്റ് ആശയം. അപ്പോൾ ഇവിടെ അവശേഷിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ഈ ആശയം കൊണ്ട് മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നോട്ട് നീങ്ങാനാവും? അത് എട്ടിലെ പശുവല്ലേ? എല്ലാവരുടെയും പട്ടിണിയില്ലാതാവും, ദാരിദ്ര്യമില്ലാതാവും, എല്ലാവർക്കും തുല്യമായ നീതി ലഭിക്കും, നല്ല കാര്യം തന്നെ. പക്ഷേ ഒരു ആശയം മാത്രമായിട്ട് നിലനിന്നാൽ അതെന്താണ്? എട്ടിലെ പശു മാത്രമാണ്, പുല്ല് തിന്നുകയില്ല, പാലും തരികയില്ല. ആ പരുവത്തിലാണ് ഇന്ന് കമ്മ്യൂണിസം. അപ്പോൾ ആശയത്താൽ മാത്രം നിയന്ത്രിക്കപ്പെടുന്ന ആൾക്കാർ അവരുടെ അവസാന ശ്വാസം വരെ കമ്മ്യൂണിസ്റ്റുകാരിൽ നിൽക്കും. വി എസും അങ്ങനെ തന്നെ നിന്നിരുന്നു. ആ വി എസിനെയാണ് പാർട്ടിയുടെ ആവേശമായിട്ടുള്ള വി എസ്. ഈ ആവേശമുണ്ടെങ്കിലേ അണികളെ ഒപ്പം കൂട്ടാൻ പറ്റൂ. പക്ഷേ ഇത്തരത്തിലുള്ള വാർത്തകളുടെ പശ്ചാത്തലത്തിൽ ഈ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ അങ്ങ് പ്രചരിക്കുന്നത് സുരേഷ് കുറുപ്പ് CPM വിട്ട് കോൺഗ്രസിലേക്ക്, എന്നിട്ട് ഏറ്റുമാനൂരിൽ VN വാസവനെതിരെ മത്സരിക്കും എന്നാണ്. ഒരു കാര്യം ഓർക്കണം, സുരേഷ് കുറുപ്പ് കേരളം മുഴുവൻ LDF തകർന്നടിഞ്ഞ സമയത്ത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് കുറുപ്പ് മാത്രം, അതാണ് അദ്ദേഹത്തിൻ്റെ തറവാടിത്തം, വ്യക്തിത്വം. കോട്ടയത്ത് ഒരൊറ്റയാളിനെ മുറിവേൽപ്പിക്കുന്ന ഒരാൾക്ക് വാക്ക് പോലും ഇന്നുവരെ സുരേഷ് കുറുപ്പിൽ നിന്ന് കേൾക്കാൻ പറ്റും. മികച്ച പാർലമെന്റേറിയനുള്ള ഒരു ബഹുമതി പോലും, സഭ്യമായ ഭാഷയിലല്ല സംസാരിക്കാത്ത ഒരു തറവാടിയാണ് അദ്ദേഹം. തറവാടിയായ കമ്മ്യൂണിസ്റ്റാണ് അദ്ദേഹം. സുധാകരനും അതുപോലെ തന്നെയാണ്. സുധാകരനും ഏകദേശം അങ്ങനെ തന്നെയല്ലേ, തറവാടിയായ കമ്മ്യൂണിസ്റ്റ് തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അവർക്കെല്ലാം ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് ഒരുതരം ക്യാപിറ്റൽ പണിഷ്മെൻ്റാണ് തന്നെ. വിജയനാഥ് ഒരു വിശദീകരണം കൂടെ നൽകാനുണ്ട്. ഈ ആണ് പറഞ്ഞ കമ്മ്യൂണിസ്റ്റിനെക്കുറിച്ച് ശരിക്കും സ്റ്റഡി ഗ്രൂപ്പിലൊക്കെ പങ്കെടുത്തിട്ടുള്ള സ്റ്റഡി ക്ലാസ്സിൽ അദ്ദേഹം പറയുന്നത് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പത്രങ്ങളും നമ്മളും എല്ലാം തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്, വിശ്വസിക്കാമെങ്കിൽ. അതായത് ക്യാപിറ്റൽ പണിഷ്മെൻ്റ്, ഒരു പാർട്ടിയുടെ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന് പറയുമ്പോൾ അത് തലവെട്ടലല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഇത് പാർട്ടിയുടെ വക്താക്കൾ ആരും ഇത് പറഞ്ഞിട്ടില്ല. ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അംഗത്വത്തിൽ നിന്ന് പോലും മാറ്റുക, ചവറ്റുകൊട്ടയിലേക്ക് എറിയുക, അതാണ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്. ആ വാക്കാണ് അവിടെ പറഞ്ഞിരിക്കുന്ന ആൾ ചിന്താജറമാണെന്ന് ഇപ്പോൾ തെളിയുന്നു പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ അതുപോലും അവർ നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സ്വരാജ്യം നിഷേധിച്ചു. സ്വരാജ് ഇപ്പം മാധ്യമങ്ങളെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന് പറയുന്ന അവർക്കിനി അതിനെപ്പറ്റി അറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷേ വളരെ പഠിക്കുന്ന ഒരാളായിട്ട് അദ്ദേഹം പറഞ്ഞത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് മീൻസ് യു ആർ ബീങ് ത്രോൺ ഔട്ട് ഓഫ് ദ പാർട്ടി. അല്ല തലവെട്ടുക, കൊല്ലുക, TP ചന്ദ്രശേഖരനെ ഉള്ള ചെയ്ത്തല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്കറിയില്ല, പാർട്ടി സ്റ്റഡി ഗ്രൂപ്പ് ഞാൻ പോയിട്ടില്ല. വേസ്റ്റിലോട്ട് മാറ്റുക, വേസ്റ്റിലോട്ട്. ഇപ്പം മെമ്പർഷിപ്പ് പോലും ഇല്ലാതാക്കുക. മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് താഴോട്ട് പോകാനില്ലല്ലോ, അതും കൂടി ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പോൾ മെമ്പർഷിപ്പ് അങ്ങനെ എളുപ്പമൊന്നും കിട്ടില്ല CPM-ൽ, പെട്ടെന്നൊന്നും അല്ല കേട്ടോ. അത് അവരെ പഠിച്ചിട്ട് മാത്രമേ മെമ്പർഷിപ്പ് കൊടുക്കുകയുള്ളൂ. കാരണം ഒരു കേഡർ പാർട്ടിയല്ലേ, അതിൻ്റെ സ്വഭാവം കാണിക്കരുത്. ഇതൊക്കെ എന്തിനു വേണ്ടിയാ? സോഷ്യലിസം എന്നുള്ള ആശയം കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള വിപ്ലവം നടത്താൻ വേണ്ടിയിട്ടാണ്. വിപ്ലവം നടത്തി ഈ ഭരണഘടനയിലും ഗവൺമെൻറ്റിലും ഒന്നും അവർക്ക് വിശ്വാസമല്ല, വിപ്ലവമാണ്. ആ വിപ്ലവത്തിന് രൂപപ്പെടുത്തി എവിടെ വിപ്ലവം? പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സുരേഷ് കുറുപ്പ് അങ്ങനെ കോൺഗ്രസിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയില്ല. BJPയിലേക്കും പോവുകയില്ല അദ്ദേഹം. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഇതുവരെയുള്ള ഒരു ആദർശ പരിശുദ്ധിക്ക് വിഘാതമാവുന്ന ഒന്നും ചെയ്യില്ല. ഒതുങ്ങിക്കൂടി കഴിയുക എന്നുള്ളത് മാത്രമേ അദ്ദേഹത്തിന് ഇനി കരണീയമായിട്ടുള്ളൂ. ഇതുപോലുള്ള വെളിപ്പെടുത്തലുകൾ തന്നെ വളരെ സമ്മർദ്ദം കൊടുത്തിട്ട് കിട്ടിയ വാർത്തയാണ്. നിഷേധിച്ചിട്ടില്ലല്ലോ അദ്ദേഹം ഇതുവരെ. പക്ഷേ വേറൊരു കുഴപ്പമുണ്ട് വിജയനാഥ്. വീരപ്പൻകോട് മുരളി പറയുന്നത് അദ്ദേഹവും പങ്കെടുത്തതാണ്, സുരേഷ് കുറുപ്പും പങ്കെടുത്തു. സ്വരാജ് ആണ് ഇത് പറഞ്ഞതെന്ന് പറയുന്നു. അവിടെ ഒരു വൈരുദ്ധ്യം വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇത് രണ്ടുപേർ, ഒന്നുകിൽ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും പറയുന്നത് കള്ളമാണ് എന്നൊരു നിഗമനത്തിൽ നമുക്ക് എത്തേണ്ടി വരും. ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അവിടെ, അല്ലെങ്കിൽ രണ്ടുപേര് പറഞ്ഞിട്ടുണ്ടെന്നുള്ള ഒരു ചിന്തയിലേക്ക് നമുക്ക് പോകേണ്ടി വരും. ഒരു പക്ഷേ പിണറായി വിജയനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞിരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് തലവെട്ടലായിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒബ്ജക്ഷൻ വന്നില്ലെന്ന് മാത്രമല്ല, VS ഇതിനെതിരായിട്ട് എനിക്കൊന്ന് പറയണം എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ പ്രസീഡിയം പറഞ്ഞത് അങ്ങനൊരു കീഴ്വഴക്കമില്ല, എനിക്ക് പറയാൻ അവസരം തരണം, അങ്ങനെയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം, പുറത്തുപോയി ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പുറത്തുപോയി അദ്ദേഹം ഒരു യോഗത്തിൽ വെച്ചിട്ട് പോലീസുകാരുടെ ബയണറ്റിൻ്റെ കുത്തും തൂക്കുശിക്ഷയും ഒക്കെ പുന്നപ്രവയലാർ സമരത്തിൽ കഴുമരവും കാണിച്ച പോലീസിനെ പോലും പേടിക്കാത്ത എൻ്റെ അടുത്ത്
ഈ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന് പറയുന്ന ഭീഷണിയൊന്നും വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു. എന്തായാലും ആ പരാമർശം ഉണ്ടായിട്ടുണ്ട്. അത് ചിന്തയിൽ നിന്നാണോ അതോ സ്വരാജിൽ നിന്നാണോ അതോ രണ്ടുപേരിൽ നിന്നും കൂടിയാണോ എന്ന കാര്യത്തിൽ മാത്രമേ സുരേഷ് കുറുപ്പിനെ പോലൊരാളിത് പറഞ്ഞതുകൊണ്ട് നമുക്കത് സംശയമില്ലാതെ വിശ്വസിക്കാം. പക്ഷേ പിരപ്പൻകോടിനെ പറ്റി ഇതേ സോഴ്സ് തന്നെ പറഞ്ഞ ഒരു കാര്യം, പിരപ്പൻകോടിന് പ്രായാധിക്യമായി ഓർമ്മ കുറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഒട്ടും വിശ്വസനീയമായി തോന്നുന്നില്ല. ജി സുധാകരനും അതുപോലെ പിരപ്പൻകൂടും ഒക്കെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡ് നടത്തും. അല്ല, എനിക്കത് തോന്നുന്നു. അല്ല, പിരപ്പൻകോട് മുരളി ഇനി 80 വയസ്സ് കഴിഞ്ഞ സ്ഥിതിക്ക് എന്ത് പബ്ലിസിറ്റിക്കാ? പിരപ്പൻകോട് മുരളിക്ക് അല്ലാതെ പബ്ലിസിറ്റി കിട്ടിയല്ലോ. അദ്ദേഹം നല്ല നാടകങ്ങൾ എഴുതി മലയാളികളുടെ ഇടയിൽ അറിയപ്പെടുന്ന ആള് തന്നെയാണ്. ഒരു പബ്ലിസിറ്റി ആവശ്യമില്ല. ജി സുധാകരനും വേണ്ട. അദ്ദേഹം മനോരമയിൽ കവിത എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും കവിത രചിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അങ്ങനെയുള്ള പബ്ലിസിറ്റിയുടെ അപ്പുറം ഒന്നും ആഗ്രഹിക്കുന്ന ആളല്ല അദ്ദേഹം എന്നുള്ളതാണ്. അങ്ങനൊരു പബ്ലിസിറ്റി മോഹം അവരിലൊന്നും ഞാൻ ഇവരുമായിട്ട് ഇടപെട്ടിട്ടുള്ളത്. അതുകൊണ്ട് രണ്ടുപേരും നമ്മുടെ സംവാദത്തിൽ വന്നിട്ടുള്ളതും അങ്ങനെ നമ്മൾ നിർബന്ധിച്ചാൽ മാത്രമേ ഇവരൊക്കെ വരാറുള്ളൂ, അല്ലേ? അങ്ങനല്ലേ നമ്മുടെ അനുഭവം. നമ്മളത് കാണുന്നില്ല, പാർട്ടി അത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും പറയാനില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.